അനശ്വരന്മാർ ധീരന്മാർ അനശ്വരന്മാർ ധീരന്മാർ നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ കാലം സാക്ഷി ചരിത്രം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ചരിത്രമേറിയ കൂട്ടിച്ചേർക്കൽ ചരിത്രമേറിയ കൂട്ടിച്ചേർക്കൽ രക്തസാക്ഷി തറയിൽ വിരിയോ വർഗവികാരം പടരട്ടെ വർഗവികാരം പടരട്ടെ ഇൻക്ലാബ് സിന്ദാബാദ്
ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. നടക്കുന്നതുകൊണ്ട് എത്ര സമാധാനപരമായി അച്ചടക്ക സമ്മേളനങ്ങളെല്ലാം ഒന്നിനൊന്ന് പിറകെ ഈ പാർട്ടി പൂർത്തീകരിച്ച് പറയുന്ന സെമി കാഡർ പാർട്ടിയാണ് വേണ്ടി പറ്റുമോ അവരുടെ പാർട്ടിക്ക് ബഹളമില്ലാതെ അടിപിടിയില്ലാതെ കസേലക്കളിയില്ലാതെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രം എങ്ങനെയാണ് ഈ ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് ഇതാണ് ഞങ്ങൾ സമഗ്രമായി സവിസ്തരം ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളാരും തർക്കിക്കേണ്ടി വരില്ല. ഞങ്ങളാരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങളേ അല്ല ചർച്ച ചെയ്യുന്നത്. മറ്റു പാർട്ടികളാണെങ്കിലോ ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന കഴിഞ്ഞ ആ തീരുമാനമാണ് ആ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള ടാക്ടിക്കൽ ലൈൻ, അടവുപരമായ സമീപനത്തിന്റെ ആ തീരുമാനത്തിന്റെ നയത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് BJPക്ക് കേവല ഭൂരിപക്ഷം കേന്ദ്രത്തിനകത്ത് കിട്ടാത്തത്. അപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്രയാ പാർലമെന്റിൽ സീറ്റ്? ശരിയാണ്, ഞങ്ങൾക്ക് 4 സീറ്റേ ഉള്ളൂ. CPM-ന് ആകെ ഇടതുപക്ഷം 8 സീറ്റേ ഉള്ളൂ. പക്ഷേ നഞ്ച് നാനാഴി വേണ്ട, നാട്ടിൽ ചൊല്ലുന്നൊരു ചൊല്ലാണത്. ഞങ്ങൾ 4 മതി, ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഓർമ്മിക്കണം, 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നയ സമീപനമാണ് ഈ രാജ്യത്തിനകത്ത് സ്വീകരിക്കേണ്ടത്? അതിനു വേണ്ടിയിട്ടുള്ള നയം രൂപീകരിച്ചത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? 3 വർഷം മുമ്പ് കണ്ണൂരിൽ ചേർന്നിട്ടുള്ള 23ാമത് പാർട്ടി കോൺഗ്രസിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്തു. 10 വർഷക്കാലമായി BJP രാജ്യം ഭരിക്കുന്നു.
ഇനിയും BJP അധികാരത്തിൽ കയറ്റിയാൽ ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും പിച്ചി ചീന്തും, ഭരണഘടനയെ ഇല്ലാതാക്കും, മതനിരപേക്ഷതയെ തകർക്കും, ഫെഡറൽ സംവിധാനം പിച്ചി ചീന്തും, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ഈ രാജ്യത്തെ പൗരന്മാർക്ക് അങ്ങേയറ്റം അപ്രാപ്യമാക്കും. അതുകൊണ്ട് അതിനെ രക്ഷിക്കണം, രാജ്യത്തെ രക്ഷിക്കണം. രാജ്യത്ത് ജീവിക്കുന്ന 142 കോടി ജനങ്ങളുടെയും പൗരാവകാശങ്ങൾ, സ്വാതന്ത്ര്യം സംരക്ഷിക്കണം. അതിനുവേണ്ടി എന്താ ഞങ്ങൾ എടുത്ത നയം പാർട്ടി കോൺഗ്രസിൽ? അതിനുവേണ്ടി പറഞ്ഞു BJPയെ പുറത്താക്കണം, BJP അധികാരത്തിൽ കൊണ്ടുവന്നുകൂടാ. അതിന് സ്വീകരിക്കേണ്ടത് 33, 34, 35% വരെയാണ് BJPക്ക് ഈ സംസ്ഥാനത്ത് വോട്ട് കിട്ടിയിട്ടുള്ളത്. 2 തെരഞ്ഞെടുപ്പിലും 10 വർഷക്കാലം മോഡി ഭരിച്ചപ്പോൾ മഹാഭൂരിപക്ഷം മറുഭാഗത്തുണ്ട്. ഇവരെല്ലാം യോജിപ്പിക്കണം. BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഇന്ത്യയുടെ മുമ്പിലുള്ളൂ. BJPക്കെതിരായി ഈ ചെറുതും വലുതുമായ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികൾ ഒന്നിക്കണം. എന്നിട്ട് BJPക്കെതിരായി പോരാടണം. എങ്കിലേ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയൂ. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരി അന്തരിച്ച സന്ദർഭത്തിൽ, ആ അനുശോചന സന്ദർഭത്തിൽ അനുശോചനത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞത്, ഇന്നത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതുപോലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞത്? യെച്ചൂരിയാണ് ഈ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സംരക്ഷകൻ പാർട്ടി CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക പറയുന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത നേതാവാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ കേവല ഭൂരിപക്ഷം കിട്ടാതെ, മോഡിക്ക് ഭരണഘടന തകർക്കാനാകാതെ, ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുന്നത്, ഈ രാജ്യത്തെ സാമൂഹ്യ നീതി ഉറപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി രാജ്യത്തിലെ ജനങ്ങളോട് പറയാൻ വേണ്ടി കഴിയും. ചെറിയ പാർട്ടിയാണ്, വലിയ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെന്ന നയം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വരും, ഈ ഭരണഘടന തകർക്കും. ഇതാരുടെ വിജയം? ഇങ്ങനെ ഒരു സാധ്യമല്ലാത്ത, മോഡിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം, ഭരണഘടന ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആരുണ്ടാക്കി? പ്രിയപ്പെട്ടവരെ, അതുണ്ടാക്കിയത് ഈ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മാത്രമാണ്. ഞങ്ങൾ നിങ്ങളെ ആക്ഷേപിച്ചോളൂ, ഞങ്ങൾ നിങ്ങളെ കൊച്ചു പാർട്ടിയാണെന്ന് പറഞ്ഞോളൂ, നിങ്ങൾ ഏതെല്ലാം സംസ്ഥാനത്തുണ്ട് എന്ന് ഞങ്ങളെ അങ്ങേയറ്റം അഭ്യസിച്ചോളൂ. പക്ഷേ ഞങ്ങൾ ഈ കേരളത്തിനകത്തുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ പല സംസ്ഥാനങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ നയം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ പാർട്ടിയുടെ മഹിമ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഏറ്റവും ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായി ഈ നയം രൂപീകരിക്കുന്നതിൽ നമ്മൾ എത്തി. നിങ്ങൾ ഓർമ്മിക്കണം, ഇവിടെ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മോഡിയുടെ 3ാം വരവിന്റെ ആദ്യത്തെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ എന്താ ചെയ്തത്? മോഡിയുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പഴയ മോഡി ആ ഗർവവും അഹങ്കാരവും സ്വേച്ഛാധിപത്യവും ഏകാധിപത്യ പ്രവണതയും പൂർവാധികം ശക്തിയോടുകൂടി മോഡിയുടെ മനസ്സിൽ അങ്ങ് തികട്ടി വരികയാണ്. അത് മോഡി പലരിലൂടെയും നടപ്പിലാക്കുകയാണ്. അങ്ങനെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മലാ സീതാരാമൻ അവരുടെ 1ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, മോഡിയുടെ 3ാം സർക്കാരിന്റെ. ആ ബഡ്ജറ്റിൽ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രാജ്യത്ത് വിലക്കയറ്റം കുതിച്ചു കയറുന്ന ബഡ്ജറ്റാണിത്. 36.73% സാധാരണ നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ളതിന്റെ വിലക്കയറ്റം. ഇവിടെ എന്താ കോലാഹലം? ഇവിടെ സതീശനും അതുപോലെ സുധാകരനും അതുപോലെ BJPയുടെ പ്രസിഡന്റ് അടക്കം എന്താ പറയുന്നത്? പിണറായി ഭരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അരിക്ക് വില കയറുന്നത് പിണറായി ഭരിക്കുന്നതുകൊണ്ടാണോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറുന്നത് പിണറായി ഭരിക്കുന്നതുകൊണ്ടാണോ? കേരളം അരിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം എല്ലാം സംരക്ഷിതമായി മിച്ച സംസ്ഥാനമാണോ? ഞങ്ങൾ എവിടെ നിന്ന് അരി കൊണ്ടുവന്നു? സാധാരണ ഇവിടുത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കണം ഈ പിണറായി. നിങ്ങൾ തരുന്ന അരിയല്ലേ കൊടുക്കേണ്ടത്? നിങ്ങളല്ലേ വില നിശ്ചയിക്കുന്നത്? ആ വില എന്തുകൊണ്ട് കുറച്ചു കൂടാ? നിങ്ങൾ ആലോചിക്കണം.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മറിയക്കുട്ടി ചേട്ടത്തി ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? മോഡിയേക്കാളും പ്രസിദ്ധിയാണ് മറിയക്കുട്ടി. 2 ചേട്ടത്തിമാരെയും വിളിച്ചിട്ട് പീഡികതോടുകയാണ് നടന്നു പറയാണ്, കണ്ടോ എന്റെ അവകാശം കാർന്നെടുത്തിരിക്കുന്നു ഈ പിണറായി. എനിക്ക് പെൻഷൻ കിട്ടണമെന്നുള്ളത് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ അവകാശം കിട്ടിയത്? പെൻഷൻകാർക്ക് ഈ അവകാശം, അവർക്ക് ഭരണമില്ലാതെ നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ വെപ്രാളമാണ്. എന്ത് പരാക്രമമാണ് നടത്തുക എന്ന് നമ്മൾ, ആ പരാക്രമമാണ് ഇന്ന് ഈ വന്നപ്പോൾ 67 അടക്കം ഈ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള കാർഷിക പരിഷ്കരണ നിയമത്തിന്റെ ഭാഗമാണ്.